ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന ഒരു ജീൻസും ടോപ്പുമാണ്. അപ്പോൾ കൂട്ടത്തിൽ ചേച്ചിയും ചേച്ചിയുടെ 2 പിള്ളേരും ഉണ്ട്. നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. കുഞ്ഞാറ്റനെ പുറകിൽ കിടത്തി അതിനുശേഷം ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞു കൊച്ചും കൂടെ ഫ്രണ്ടിലാണ് ഇരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 8-8:30 കൂടിയാണ് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഭയങ്കര വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയൊക്കെയാണ് പോയത്. അതിനുശേഷം ഞങ്ങൾ ആശുപത്രി എത്തി. ഇവിടെ ക്യാൻറ്റീനിൽ ആദ്യമേ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത്. 2 പിള്ളേരെയും തന്നിട്ടാണ്. മീനുവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. മീനു ഡോക്ടറിനെ കാണാൻ വേണ്ടി കയറി. ഞാനും ചെറിയവന്മാർ 2 പേരും ഹോസ്പിറ്റലിന് വെളിയിലാണ് നിന്നത്. ഒരാൾ ഭയങ്കര ഉറക്കമായിരുന്നു, ഒരാൾ ഓറഞ്ച് തിറ്റിയെന്ന്. അതിനുശേഷം ഞങ്ങൾ ഒരു ഉച്ചയായി ഇറങ്ങിയപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ എന്തായാലും ബിരിയാണി ഓർഡർ ചെയ്ത്. ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ എന്തായാലും. അതുപോലെ അതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. ബിരിയാണീനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലൈം ജ്യൂസാണ്. ഈ ലൈം ജ്യൂസ് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. കുഞ്ഞവൾ എന്തായാലും സൈഡിൽ കിടത്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും നന്നായിട്ട് വിശന്നു. ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പം തന്നെ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഭീമാപ്പള്ളിയിലേക്കാണ് പോകുന്നത്. സമയം എന്തായാലും ഉള്ളതുകൊണ്ട് ഭീമാപ്പള്ളിയിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ചയാണിത്. അവിടെ ആടും അതുപോലെ കോഴിയും കുറേ മനുഷ്യരൊക്കെ അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. ചെറുപ്പത്തിലാണ് ഞാൻ ഈ ഭീമാപ്പള്ളിയിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സ്ത്രീകൾക്കും പ്രവേശിക്കാൻ പറ്റുന്നൊരു മുസ്ലിം പള്ളിയാണ്. അവിടെ മീനും കൊച്ചും കൂടെ വെള്ളം മേടിക്കാൻ പോയൊരു സമയത്ത് ഞാനാണെങ്കിൽ കുഞ്ഞവളോട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വിശ്രമിക്കുന്നു. ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ ഉച്ചയോടുകൂടിയാണ് ചെന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു നേർച്ച അവിടെ കഴിപ്പിച്ചു. ഇതിൻ്റെ പിറകിലുള്ള കഥകൾ കാര്യങ്ങളൊന്നും അറിയില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് ഷൺമുഖം ബീച്ചിലേക്കാണ്. വേണ്ട മത്സ്യകന്യയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററും അവിടെ ഒരു മനുഷ്യനൊക്കെ കിടപ്പുണ്ട്. പണ്ടത്തെ ഒരു ഷൺമുഖം ബീച്ചല്ല ഇപ്പോൾ ഉള്ളത്, ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാനെന്തായാലും അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ചേച്ചിയാണ് ബേഡാപ്പാവാണ് കഴിച്ചത്. കുഞ്ഞാറ്റയ്ക്കും ഞാൻ എൻ്റെ ഐസ്ക്രീമിൽ നിന്ന് പകുതി കൊടുത്തു. അവളിങ്ങനെ കുത്തി അത് മൊത്തം ദേഹത്തോടെ ഒലിപ്പിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഒരു മാങ്ങയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. അവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് മുഴുവൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് നമുക്ക് കാണാനുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ മാത്രം നിൽപ്പുണ്ട്. ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞാറ്റയും മാത്രമാണ് കളിച്ചത്. കാരണം ചേച്ചി കുഞ്ഞവളെയും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല കടലിലേക്ക്. അതുകൊണ്ട് ഞാൻ ഒരാളെ കുഞ്ഞാറ്റനെ നോക്കാൻ തന്നെ ഒരാൾ വേണം. അതുകൊണ്ട് ഞാനാണ് അവളുടെ കൂടെ നിന്നത്. അവിടെ നിന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഈ ചെറിയ ബോട്ടുകൾ, ആ ഒരു ബോട്ട് കടലിലേക്ക് ഇറക്കുന്ന ഇങ്ങനെ ഒരു ട്രാക്ടർ വെച്ചാണ്. അതെന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ അതിന് ശേഷം ഏറ്റവും അവസാനം പനിയൊന്നും പിടിക്കേണ്ടെന്ന് കരുതി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.